എല്ലാവർക്കും സജിതാസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളവിടെ പറഞ്ഞു പ്ലാൻ കിങ്ഡം അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റ് 5ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൽഗയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം, ആൽഗയിൽ നിന്നും ആൻജിയോസ്പേമിലേക്ക് പോകുന്തോറും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൽഗെ എന്ന് പറയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓർഗാനിസമാണ്. അത് കഴിഞ്ഞ് കൂടുതൽ പോകുന്തോറും കൂടുതൽ കോംപ്ലിക്കേറ്റഡ്, കൂടുതൽ ഫീച്ചറുകൾ അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറായി മാറും. ഓക്കെ, എവല്യൂഷൻ്റെ ഒരു ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഇനി നമുക്ക് ആൽഗയിലേക്ക് പോയാലോ. ആൽഗെ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പച്ച നിറമുള്ള കുളത്തിലൊക്കെ പച്ച വെള്ളം പോലെ തോന്നിക്കുന്ന രീതി കാണും അല്ലേ. നമ്മളത് പായൽ നിറഞ്ഞതെന്നൊക്കെ പറയും. പച്ച നിറമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ആദ്യം എന്തെഴുതാം? പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ. ആൽഗയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇവരെന്താണ്? ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ് അല്ലേ. ഫോട്ടോസിന്തറ്റിക് ആണ് ഇവർ, ഓട്ടോട്രോഫിക് ആണ്. ഓക്കെ, ഇനി ഇവർ വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞ ഏറ്റവും സിമ്പിളായ സ്ട്രക്ചറാണ് ആൽഗയ്ക്കുള്ളത്. സിമ്പിളാണ്. വ്യക്തമായ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ഒന്നും ഇവർക്ക് ഇല്ല. അതുകൊണ്ട് ഇവരുടെ പ്ലാൻ ബോഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. താലോയിഡ് എന്ന് പറയും. വ്യക്തമായ റൂട്ട്, സ്റ്റെം, ലീഫ് സ്ട്രക്ചറുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് താലോയിഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഇവർ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അക്വാട്ടിക് എൻവയോൺമെൻറ്റിലാണ്. മോസ്റ്റ്ലി അക്വാട്ടിക്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അക്വാട്ടിക് എൻവയോൺമെൻറ്റിലാണ്. പിന്നെയോ മോയിസ്റ്റ് ഏരിയയിൽ, മോയിസ്റ്റ് സ്റ്റോണിൻ്റെ പുറത്ത്, വുഡിൽ, സോയിലിൽ ഒക്കെ നമുക്ക് ആൽഗകളെ കാണാം. ഇനി ചില ആൽഗകൾ സിംബിയോട്ടിക് അസോസിയേഷൻ കാണിക്കും ഫംഗസുമായിട്ട്. നമുക്കറിയാം അസോസിയേഷൻ വിത്ത് ഫംഗസ്. നമ്മൾ അതിനൊരു പേര് പറയും, എന്തായിരുന്നു? ലൈക്കൻ അല്ലേ. ഇനി ചില ആൽഗ സിംബിയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നത് ആനിമലുമായിട്ടാണ്. ആനിമൽ. ഇതിന് എക്സാമ്പിൾ സ്ലോത്ത് ബിയറാണ്. സ്ലോത്ത് ബിയറിൻ്റെ പുറത്ത് ആൽഗ ജീവിക്കും. സ്ലോത്ത് ബിയർ പച്ച നിറത്തിൽ കാണും. അതിനൊരു കൊമോഫ്ലേജിക് ഇഫക്റ്റ്, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ളൊരു മാർഗ്ഗമായിട്ട് അതിനെ ഉപയോഗിക്കും. ഓക്കെ, ഇനി ആൽഗയുടെ സൈസ് എന്ന് പറയുന്നത് ഹൈലി വേരിയബിളാണ്. എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്ലാമിഡോമോണാസ് മുതൽ വളരെ വലിയ പ്ലാന്റ് പോലെയുള്ള, വലിയ ട്രീ പോലെയുള്ള ആൾക്കാർ വരെ ഇവിടെ കാണും. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ വോൾവോക്സിൻ്റെ പ്രത്യേകത കൊളോണിയലാണ്. ഒരുപാട് പേര് ഒരുമിച്ച് കോളനി പോലെയാണ് അവർ ജീവിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ യൂളോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. യൂളോത്രിക്സും സ്പൈറോഗൈറ ഇവരുടെ പ്രത്യേകത, ഇവർ ഫിലമെൻ്റസ് ആണ്. ഫിലമെൻ്റ് പോലെ നീളമുള്ള നാരുകൾ പോലെയാണ് ഇവരുടെ ബോഡി ഉണ്ടാകുക. അടുത്തത് കെൽപ്സ് മാസീവ് പ്ലാൻ ബോഡി, വലിയ മരങ്ങൾ പോലെ കാണപ്പെടുന്ന ഒരാൽഗയാണ് കെൽപ്സ് എന്ന് പറയുന്നത്. മാസീവ് പ്ലാൻ ബോഡി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്കൊരു കോഡ് ഉണ്ട്. വോൾവോക്സ് കൊളോണിയലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, വോളിബോൾ കളിക്കാൻ വേണ്ടി കോളനിയിൽ പോയി. വോൾവോക്സ് കൊളോണിയൽ, വോളിബോൾ കളിക്കാൻ കോളനിയിലേക്ക് പോയി. ഇനി നിങ്ങൾ രാത്രിയിലാണ് കളിക്കാൻ പോയത്. കോളനി കുറേ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ രാത്രിയിലാണ് നിങ്ങൾ പോയത്. അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് കളിക്കുന്ന സമയത്ത് കറണ്ട് പോയി. അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ എന്താ പ്രശ്നം? ബൾബിൻ്റെ ഫിലമെൻറ്റ് പോയതാണ്. അപ്പോൾ ഈ ഫിലമെൻറ്റ് ശരിയാക്കാൻ നിങ്ങൾ തയ്യാറായി. പക്ഷേ പേടിയാണ്, കൂട്ടിനൊരാളൂടെ വേണം. അപ്പോൾ നിങ്ങൾ പ്ലസ് ഒരു സ്പൈ ഗേൾ എന്ന് പറഞ്ഞാൽ എന്താണ്? SPY ആണ്. അത് സ്പൈറോഗൈറ SPI ഓർക്കുക. സ്പൈ ഗേൾ എന്ന് പറഞ്ഞാൽ രഹസ്യമൊക്കെ ചോർത്തി കൊടുക്കുന്നൊരു പെൺകുട്ടി. നിങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾ ആളില്ലാത്തതുകൊണ്ട് കൂടെ കൂട്ടി. അപ്പോൾ ഫിലമെൻറ്റ് ശരിയാക്കാൻ സ്പൈ ഗേൾ പ്ലസ് യു പോയി. ഓക്കെ, ഫിലമെൻ്റ് ആൽഗെ, സ്പൈറോഗൈറ പ്ലസ് യൂളോത്രിക്സ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കെൽപ്സ് നിങ്ങൾ ഓർക്കുക. കലപ്പ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കലപ്പ വളരെ വലുതാണല്ലേ, നല്ല ഭാരമുള്ളതാണ്. അപ്പോൾ കലപ്പ നല്ല മാസ് ഉള്ളത്, ഭാരമുള്ളതാണ്. അപ്പോൾ കെൽപ്സ് എന്താണ്? മാസീവ് പ്ലാൻ ബോഡി. ഓക്കെ ആണല്ലോ. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ആൽഗയുടെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറയാനുള്ളത്.
ആൽഗകളുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായും 3 തരത്തിലാണ്. 1 വെജിറ്റേറ്റീവ്, 2 എസെക്ഷൽ, 3 സെക്ഷൽ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. ഫ്രാഗ്മെൻറ്റേഷൻ, ഒരു താലസ് ബ്രേക്ക് ചെയ്ത് പല കഷ്ണങ്ങളായി, ഓരോ കഷ്ണങ്ങളും എന്ത് ചെയ്യുന്നു, പുതിയൊരു ഓർഗാനിസം അല്ലെങ്കിൽ ആൽഗയായി മാറുന്നു. എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോറുകൾ വഴിയാണ്, സ്പോർസ്. ഓക്കെ, ഈ സ്പോറുകൾ കൂടുതലും മോട്ടയിലായിരിക്കും. അതുകൊണ്ട് നമുക്കതിനെ എന്ത് വിളിക്കാം, സൂസ്പോർ എന്ന് വിളിക്കാം, സൂസ്പോർസ്. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. 3 ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ആൽഗകളിൽ കാണപ്പെടുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തേതാണ് ഐസോഗ്യാമസ്. ഐസോഗ്യാമസ്. ഓക്കെ, ഇനി ഐസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂസിങ് ഗ്യാമേറ്റ്സ്, 2 ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 2 ഗ്യാമേറ്റ്സും സിമിലർ ആയിരിക്കും. ഓക്കെ, ഫ്ലജലേറ്റഡ് ആണെങ്കിൽ 2ഉം ഫ്ലജലേറ്റഡ് ആണ്, നോൺ ഫ്ലജലേറ്റഡ് ആണെങ്കിൽ 2ഉം അങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഫ്യൂഷൻ ഓഫ് 2 സിമിലർ ഗ്യാമേറ്റ്സ്. ഐസോഗ്യാമസ്, ഫ്യൂഷൻ ഓഫ് 2 സിമിലർ ഗ്യാമേറ്റ്സ്. ഒരേപോലെയുള്ള ഗ്യാമേറ്റ്സ് ആണ് പരസ്പരം ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, ഐസോഗ്യാമസ്. രണ്ടും ഒരുപോലെയാണോ? ഓക്കെ, രണ്ടും ഒരേപോലെയുള്ള ഗ്യാമേറ്റ്സ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന 2 എക്സാമ്പിളാണ്. 1 യൂളോത്രിക്സ്, 2 സ്പൈറോഗൈറ. യൂളോത്രിക്സ്, പിന്നെയോ സ്പൈറോഗൈറ. ഓക്കെ, ഐസോഗ്യാമസ് റീപ്രൊഡക്ഷൻ മനസ്സിലായോ? ഫ്യൂഷൻ ഓഫ് 2 സിമിലർ ഗ്യാമേറ്റ്സ്. എക്സാമ്പിൾ യൂളോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. ഈ എക്സാമ്പിൾ ഓർത്ത് വെക്കാൻ നമുക്ക് കോഡുണ്ട്. നമുക്ക് യു ആൻഡ് സ്പൈകൾ എവിടെയായിരുന്നു പോയത്? യു ആൻഡ് സ്പൈകൾ ഫിലമെൻ്റൊക്കെ ശരിയാക്കി കളി തുടർന്നു അല്ലേ? അങ്ങനെ കളിച്ച് കുറേ കളിച്ചപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു കടയിൽ പോയി ഐസ് കഴിച്ചു. ഓക്കെ, ഐസ് ഓർ ഐസ്ക്രീം എന്താണോ നിങ്ങൾക്ക് കൂടുതൽ ഓർക്കാൻ എളുപ്പം അത് സ്വീകരിക്കുക. യൂളോത്രിക്സ്, സ്പൈ ആൻഡ് യു എന്ത് ചെയ്തു? ഐസ് കഴിക്കാൻ പോയി. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ റീപ്രൊഡക്ഷൻ ആണ് അനൈസോഗ്യാമസ്. 2ാമത്തെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അനൈസോഗ്യാമസ്. അനൈസോഗ്യാമസ്. 2 അനൈസോഗ്യാമസ്. ഐസോഗ്യാമസ് നമുക്കറിയാം. അപ്പോൾ അനൈസോഗ്യാമസ് എന്തായിരിക്കും? ഫ്യൂഷൻ ഓഫ് 2 ഡിസ്സിമിലർ ഗ്യാമേറ്റ്സ്. ഫ്യൂഷൻ ഓഫ് 2 ഡിസ്സിമിലർ ഗ്യാമേറ്റ്സ്. 2 ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്ന 2 ഗ്യാമേറ്റ്സ് ഒരുപോലെ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ അനൈസോഗ്യാമസ് എന്ന് പറയും. ഒന്ന് ചെറുതാണ്, ഒന്ന് വലുതായിരിക്കും. ഓക്കെ, 2 ഡിസ്സിമിലർ ഗ്യാമേറ്റ്സ് ആണെങ്കിൽ സാധാരണ വലുത് കൂടുതൽ സമയത്തും വലുത് എന്തായിരിക്കും? ഫീമെയിലായിരിക്കും, ചെറുത് മെയിലായിരിക്കും. ഓക്കെ, ഇതിന് നിങ്ങളുടെ ടെസ്റ്റിൽ പറയുന്ന 2 എക്സാമ്പിളാണ്. ഒരു എക്സാമ്പിളേ പറയുന്നുള്ളൂ. അതാണ് യുഡോറിന. അപ്പോൾ യുഡോറിന എന്താണ്? അനൈസോഗ്യാമസ് റീപ്രൊഡക്ഷന് എക്സാമ്പിളാണ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കാൻ നമുക്ക് കോഡുണ്ട്. ഡോറ്, അനി, ഇങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ സ്പൈഗേൾ ആൻഡ് യു ആൻഡ് സ്പൈഗേൾ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഐസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരും കാണുന്നില്ല എന്നൊക്കെ വിചാരിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാ ഡോറിൻ്റെ അടുത്ത് നിന്ന് ആരത് കണ്ടു? അനി കണ്ടു. അനി ഓർ ആനി കണ്ടു. എവിടെ നിന്നാ? കടേൻ്റെ ഡോറിൻ്റെ അവിടെ ആര് നിൽക്കുന്നുണ്ടായിരുന്നു? അനി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോറ്, യുഡോറിന. അനി അല്ലെങ്കിൽ ആനി എന്താണ്? അനൈസോഗ്യാമസ്. അനൈസോഗ്യാമസ് റീപ്രൊഡക്ഷൻ എക്സാമ്പിളാണ് യുഡോറിന. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മുടെ 3ാമത്തെ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഏതാണ്? ഊഗാമസ്. 3 ഊഗാമസ്. അതെന്തായിരിക്കും? ഫ്യൂഷൻ ബിറ്റ്വീൻ 1 ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമേറ്റ്. ഫ്യൂഷൻ ബിറ്റ്വീൻ 1 ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമേറ്റ്. ആൻഡ് പിന്നെയോ മെയിൽ ഗ്യാമറ്റ് എന്തായിരിക്കും? സ്മോളർ മോട്ടൈൽ
മെയിൽ ഗ്യാമേറ്റ്. മെയിൽ ഗ്യാമേറ്റ് അതായത് ലാർജായിട്ടുള്ള നോൺ മോട്ടൈൽ, മൊബിലിറ്റി ഇല്ലാത്ത, മൂവ് ചെയ്യാൻ കഴിവില്ലാത്ത ഫീമെയിൽ ഗ്യാമേറ്റും ചെറിയ മോട്ടിലിറ്റി ഉള്ള അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മെയിൽ ഗ്യാമേറ്റും തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്യൂഷനെ നമ്മൾ എന്ത് പറയും? oogamous എന്ന് പറയും. ക്ലിയർ ആണോ? ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമേറ്റും സ്മോളർ മോട്ടൈൽ മെയിൽ ഗ്യാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? oogamous റീപ്രൊഡക്ഷൻ എന്ന് പറയും. ഇതിന് എക്സാമ്പിളാണ് വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ്. എക്സാമ്പിൾ വോൾവോക്സ്, പിന്നെയോ ഫ്യൂക്കസ്. അപ്പോൾ ഇതിന് നമ്മുടെ കോഡ് നോക്ക്. അപ്പോൾ നമ്മൾ എന്താ ഡോറ് ഐസ് കഴിച്ച് ആര് കണ്ടു? ഡോറിൻ്റെ അവിടെ നിന്ന് അനി കണ്ടു അല്ലേ? അപ്പോൾ അനി കണ്ടപ്പോഴേക്ക് നിങ്ങൾക്ക് ടെൻഷനായി. നിങ്ങൾ നമ്മൾ എന്ത് പറയും? അയ്യോ ഓ എന്നൊക്കെ പറയില്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഓന്നും പറഞ്ഞ് നിങ്ങൾ തിരിച്ചോടി എങ്ങോട്ട്? വോളിബോൾ കളിക്കാൻ പോയി. അപ്പോൾ നമ്മുടെ ഐസിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, കസ്കസൊക്കെ നിറച്ചിട്ട് ഐസായിരുന്നു അല്ലെ, ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ വായിൽ എന്തുണ്ടായിരുന്നു? ഐസ്ക്രീമൊക്കെ അല്ലെങ്കിൽ ഐസൊക്കെ എറിഞ്ഞ് ഓടി, പക്ഷേ വായിൽ എന്തുണ്ട്? കസ്കസ് ഉണ്ട്. അപ്പം ഓന്നും പറഞ്ഞ് നിങ്ങൾ വോളിബോൾ കളിക്കുന്നിടത്തേക്ക് ഓടി, നിങ്ങളുടെ വായിലപ്പോൾ എന്തുണ്ടായിരുന്നു? കസ്കസ് ഉണ്ടായിരുന്നു. അപ്പോൾ വോൾവോക്സ്, ഫ്യൂക്കസ് എന്താണ്? oogamous ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ. ക്ലിയർ ആണോ? കണക്ട് ചെയ്ത് കോഡ് ഓർത്ത് വെച്ചാൽ മതി. ഉറപ്പായിട്ടും ഈ എല്ലാ എക്സാമ്പിളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ.